വെൽക്കം ബാക്ക് ടു ചാനൽ. അങ്ങനെ കാതുകുത്തൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് വല്ലാത്തൊരു വിശപ്പിൻ്റെ വിളി വന്നപ്പോഴത്തേനും അതിൻ്റെ തൊട്ടടുത്തുള്ള, അതായത് ഷോപ്പിൻ്റെ തൊട്ടടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയി. കുറേ നേരം ഞങ്ങളിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പം അപ്പാച്ചി അറിയാതെ ഞാൻ ഒളിക്യാമറയിൽ ഈ ഒരു സീൻ പകർത്തുന്നുണ്ടായിരുന്നു. ആദ്യം ആശാനത് കണ്ടുപിടിച്ചില്ല, പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പം ഇവിടെ ക്യാമറ ഉണ്ടായിരുന്നു എന്നുള്ളത് പൊക്കിയിട്ടോ. ആ ഒരു ക്യൂട്ട് സ്മൈൽ നോക്കി, ഇത്രയും നിഷ്കളങ്കമായ ഒരു ചിരി, ആ ഒരു മൂമെൻ്റ് എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റി. പിന്നെ ഞങ്ങളാണെങ്കിൽ അൽഫാമും അതുപോലെ തന്നെ പൊറാട്ടയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിച്ചു. പിന്നെ തിരിച്ച് വീട്ടിലോട്ട് പോകേണ്ട സമയമായിരുന്നു. പിന്നെ ഞാൻ ബസ് സ്റ്റാൻഡിൽ വെയിറ്റ് ചെയ്തു. ബസ് വരാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിൻ്റെ നിമിഷങ്ങളായിരുന്നു. ആദ്യം രാവിലെ വളരെ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ടിരുന്ന ആശാൻ്റെ മുഖമൊക്കെ ഒന്ന് വാടി മുഷിഞ്ഞു. ആ ഒരു പ്രസന്നതയൊക്കെ അങ്ങ് പോയി. ബിക്കോസ് ഞാൻ തിരിച്ചു പോകാണല്ലോ. പക്ഷെ നമുക്ക് പോയാലേ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ നേരെ വീട്ടിലോട്ട് തിരിച്ച് യാത്രയായി കേട്ടോ.